ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു കുട്ടി വ്ലോഗാണ് ആസ് യൂഷ്വൽ. അപ്പോൾ നാളെ ഓണമാണ്. ഓണത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഓണത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഒരു കുട്ടി വ്ലോഗാണ്. സോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. സോ കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചെറിയുള്ളി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. എൻ്റെ കൂടെയുള്ള അമലു എന്ന് പറഞ്ഞാൽ അവൾക്ക് എല്ലാത്തിനും അലർജിയാണ്. അതുകൊണ്ട് അവൾക്കൂടെ പറ്റുന്ന രീതിയിൽ ഉള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. ദേ നോക്കൂ, തേങ്ങ കിട്ടി. തേങ്ങ ബേണർ നോക്കണ്ട, ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. ഇതാണ് തേങ്ങ. 2 പൗണ്ടാണ് തേങ്ങയ്ക്ക്. ഞാൻ ക്ലീൻ ചെയ്യണം. വന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാം അലങ്കോലം ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ക്ലീൻ ചെയ്യണം. എണ്ണയുണ്ട്, കോക്കനട്ട് ഓയിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുക്കിംഗ്. അപ്പോൾ സാമ്പാറും അവിയലുമാണ് ഞാൻ വെക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വൈദേഹി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ വ്ളോഗിൽ മുമ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വൈദേഹിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഓണം സെലിബ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കറികൾ അവൾ അവിടെ വെക്കും, ബാക്കി ഞാനിവിടെ വെക്കും. അങ്ങനെ ഞാൻ സാമ്പാറും അവിയലും മാത്രമേ ഏറ്റെടുത്തിട്ടുള്ളൂ. എല്ലാം കൊണ്ടൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ സാമ്പാറും അവിയലും ഞാൻ വെക്കും, ബാക്കി അവൾ വെക്കും. എന്നിട്ട് ഇന്ന് രാത്രി ഞാൻ വെച്ചിട്ട് നാളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. സൗണ്ട് കേൾക്കുന്നില്ലേ? ആരോ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ചെറിയ വീടായതുകൊണ്ടേ ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാം കേൾക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. മെല്ലെ കുക്കിങ്ങിലേക്ക് പോവാം. അങ്ങനെ ഉണ്ണിയാഴ്ച മുടിയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ അങ്കമിട്ട് തുടങ്ങാം. ഫസ്റ്റ് ആസ് യൂഷ്വൽ ക്യാരറ്റ് എടുക്കുക, കട്ട്. ആ പണിയൊക്കെ ആദ്യം ചെയ്യട്ടെ. എന്നിട്ട് മെല്ലെ ആദ്യം അവിയലുണ്ടാക്കാം, അതിനുശേഷം സാമ്പാർ ഉണ്ടാക്കാം. ഓക്കെ, കാണാമോ? അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചേക്കാണ്. മയത്തിന് നമുക്ക് കട്ട് തുടങ്ങാം. ആദ്യമായിട്ട് ഉള്ളി പൊളിച്ചുകൊണ്ട് തന്നെ ഞാൻ ശുഭകാര്യം ചെയ്യാൻ പോവാണ്. കണ്ടോ, കറിവേപ്പില, പച്ചക്കറിവേപ്പില ഇവിടെ അധികം കിട്ടില്ല, ബട്ട് കിട്ടി. പച്ചക്കറിവേപ്പില എല്ലാം ഫസ്റ്റ് ഞാൻ എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഓൾറെഡി കാണിച്ചു, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോവാണ്. മുട്ട കാര്യമാക്കണ്ട. മുട്ട നമ്മൾ ഓണസദ്യക്ക് യൂസ് ചെയ്യില്ല, മാറ്റി വെച്ചേക്കാം. മുട്ട വെറുതെ വാങ്ങിച്ചതാണ്. ഡ്രം സ്റ്റിക്ക് 2 എണ്ണേ വാങ്ങിച്ചുള്ളൂ. കാരണം നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, ആകെ നമ്മൾ 4 പേരേ ഉള്ളൂ. 4 പേർക്ക് ഇത്രയൊക്കെ സാധനം തന്നെ അധികമാണ്. കുഞ്ഞുള്ളി കണ്ടോ, ഇതിവിടെ സെയിൻസ്ബറിയിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. അബൂബക്കർ, അതേപോലെ കോണ്ടിനെൻ്റൽ എന്നൊക്കെ പറഞ്ഞ ഇന്ത്യൻ സ്റ്റോഴ്സും പാകിസ്ഥാനി സ്റ്റോഴ്സൊക്കെ ഉണ്ട്. അവിടെ തന്നെ കിട്ടുന്നതിനെക്കാട്ടിൽ എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടില്ല ഇവരുടെ എന്താ പറയുക, ഇവരുടെ തന്നെ സ്റ്റോഴ്സ് ആയിട്ടുള്ള സെയിൻസ്ബറി, അൽദി, ലിഡിൽ, അവിടെയൊക്കെയാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ആളെ കൊല്ലുന്ന വില ഇൻ ദ സെൻസ് ഇതിന് എത്രയായിരുന്നു എന്നറിയോ? എത്രയായിരുന്നു? 125 അങ്ങനെ എന്തോ, 125 ഇത്രയും. 125 നാട്ടിലെ 1 പൗണ്ടെന്ന് പറയുന്നത് 110 അപ്പോൾ അതിനനുസരിച്ച് ഇത് പംകിൻ്റെ ഒരു അളിയനായിട്ട് വരുന്നതാണ് എൻ്റെ ഒരു നിഗമനം. തമ്പുരാനറിയാം. ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം. ഉള്ളി, സാധാ ഉള്ളി. ബ്രിഞ്ചോള് വാങ്ങിച്ചു. എന്തിലിടുന്നു ദൈവത്തിനറിയാം. എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടും. തക്കാളി, ഇത് ഞാൻ വാങ്ങിച്ച തക്കാളി. ഇവിടെ തക്കാളി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 തക്കാളി ഇവിടെ ഉണ്ടായ തക്കാളി ഉണ്ട്. അത് ഞാൻ ഈ ഓണത്തിന് തന്നെ യൂസ് ചെയ്യും. 2 കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ നേരത്തെ യൂസ് ചെയ്തു മുട്ടക്കറിക്ക്. ഇഞ്ചി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ തൂക്കം നോക്കിയിട്ട്, തൂക്കം ഒരു മെഷീനിൽ നോക്കും. ആ മെഷീനിൽ തന്നെ പ്രിൻ്റ് അടിച്ച് വരും സാധനം. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെൽഫ് ചെക്കൗട്ട് ചെയ്യാം. അങ്ങനെ ബീൻസ്, പച്ചക്കറി ഒന്നും അധികം കഴിക്കാത്തതുകൊണ്ടേ പച്ചക്കറിയൊന്നും ഒത്തിരി വാങ്ങാറില്ല. പക്ഷെ ഇന്ന് ബീൻസ് വാങ്ങിച്ചപ്പോൾ മനസ്സിലായി ബീൻസിനൊക്കെ എന്താ വില. ഇത് ജീരകം, നാട്ടിലെ ജീരകം. നമ്മുടെ തേങ്ങ മുത്തിനെ ഞാൻ ഇതിൻ്റെ കൂടെ അരച്ചൊരു പിടുത്തുണ്ട്. സാമ്പാർ പൊടി പക്ഷേ ഉണ്ടല്ലോ, ഇങ്ങനെ നോർത്ത് ഇന്ത്യക്കാരനാണ്, നോർത്ത് ഇന്ത്യൻ ഷെഫാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് അബൂബക്കർ എന്നാണ്. അതൊരു പാകിസ്ഥാനി കടയോ അങ്ങനെ എന്തോ. അപ്പം എന്ത് ടേസ്റ്റാണെന്ന് എനിക്കറിയില്ല. സാമ്പാർ പൊടിയുടെ ടേസ്റ്റൊക്കെ തന്നെ ആയിരിക്കാം എന്ന് വിചാരിക്കാം. സാമ്പാർ വെച്ചവരും പറയാം. പക്ഷെ പരിപ്പ് വാങ്ങാൻ മറന്നുപോയി. ബാക്കിയെല്ലാം വാങ്ങി, പരിപ്പ് വാങ്ങിയില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുരിപ്പ് കുളിച്ച് കഴിഞ്ഞിട്ട് കുരിപ്പ് പോയി പരിപ്പ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞു. കുരിപ്പ് പറഞ്ഞാൽ എൻ്റെ കൂടെ താമസിക്കുന്ന പെൺകുട്ടിയാണ്. ആൻഡ് ഇത് എന്താണ്, കറിവേപ്പില, പച്ചക്കറിവേപ്പില. അത് കിട്ടി. എപ്പോഴും ഉണങ്ങിയതാണ് കിട്ടുക, ഇന്ന് പച്ച കിട്ടി. ഇങ്ങനെ തണ്ടും എല്ലാം ഇടും ഞാൻ. അങ്ങനെ. അപ്പോൾ അതൊക്കെയാണ് മെയിൻ സാധനങ്ങൾ. പിന്നെ ഇത് കുരുപ്പ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഈ കാന്താരി മുളക് വിനാഗിരിയിലിട്ടത്, ഉപ്പിലിട്ട മാങ്ങ,
പിന്നെ അവൾക്ക് ബീഫ് കൂട്ടിക്കൂടാ, പക്ഷെ അവൾ ബീഫ് അച്ചാർ എനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ഓയിലല്ല ഇന്ന് യൂസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ പൊന്നും വില കൊടുത്ത് വാങ്ങിക്കുന്ന കോക്കനട്ട് ഓയിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. വല്ലപ്പോഴും മാത്രമേ ഞാൻ അതിനെ പുറത്തെടുക്കാറുള്ളൂ. ബാക്കിയൊക്കെ സൺഫ്ലവർ ഓയിലാണ്, എപ്പോഴും അതിലാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഒരു സാധനമുണ്ട്, എന്താണ്, അയ്യോ മറന്നല്ലോ, ചില്ലി, മറ്റേ നമ്മുടെ മുളക് പക്ഷേ വീട്ടിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുളക് പറിച്ചിട്ട് വരാം, എന്നിട്ട് ഇവന്മാരെ അരിയാൻ തുടങ്ങാം. ഓക്കെ ഡി. അപ്പോൾ നമുക്ക് മുളക് പറിച്ചിട്ട്. ഹലോ കുരുപ്പേ. ഇവള് K-ഡ്രാമയുടെ ആളാണ്. വീടൊന്നും നോക്കണ്ട, കുറച്ച് അലങ്കോലാണ്, എല്ലാം ശരിയാക്കണം. അപ്പം നമ്മൾ വന്ന വഴി മറക്കണ്ട, പോയിട്ട് ചില്ലി പറിച്ചിട്ട് വരാം. അപ്പം നമുക്ക് ചില്ലി പറിക്കാം. ചില ചെടികളുടെയൊക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ വളരെ ശോചനീയമാണ്. അത് ചില ചെടികൾക്ക് വെയിൽ താങ്ങൂല. അപ്പോൾ ഇവിടെ രാവിലെ വെയിലായി തുടങ്ങി. അപ്പോൾ ഇവന്മാരിലുള്ളവന്മാരെ ആദ്യം പറിക്കാം. അയ്യടാ, വയ്യാണ്ടായി. നമുക്ക് ഇവന്മാരിൽ ആർക്കെങ്കിലുമൊക്കെ ജീവനുണ്ടോ നോക്കാം. ദേ ജീവനുള്ള ഒരുത്തൻ വാടാ. ഇവന്മാർക്ക് ജീവനുണ്ട്. അപ്പം ഇവന്മാരെ പറിക്കാം. ഓക്കെ, പക്ഷെ നമുക്ക് സാമ്പാറും അവിയലും വെക്കേണ്ടതുകൊണ്ട് ഞാൻ ഇനിയും പറിക്കും. ഇതൊക്കെ ഇവിടെ ഉണ്ടായത് തന്നെ ആട്ടാ, കുഞ്ഞു ചെടികൾ. ഇത് കുഞ്ഞു ചെടികൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാ. പിന്നെ നട്ട് വളർത്തിയതുണ്ട്. അതിനകത്തുനിന്ന് പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കെട്ടിയവൻ എന്നെ ഓടിക്കും. പക്ഷേ സാരമില്ല, നമ്മൾ പറയില്ല. അവനെ മലയാളം അറിയത്തുണ്ട്, അവനെൻ്റെ ബ്ലോഗ് കാണാറില്ല, കണ്ടാൽ മനസ്സിലാവില്ലേ. ഇത് ഇവിടെ അവൻ നട്ട് വളർത്തിയതാണ്. അവൻ നട്ടു, അല്ല ഞാൻ തന്നെ നട്ടത്, ഞാൻ തന്നെ ഇതുങ്ങൾക്ക് എല്ലാം കൊടുക്കുന്നു. പക്ഷെ അവൻ പറയും അവൻ്റെ ചില്ലീസാണ്. അതേ കണ്ട കിടക്കണ കടപ്പ് കണ്ട. ബാങ്ങിട്ട് ഇതിന് വളരുമോ? ഒരെണ്ണത്തിന് പറിച്ചേക്കാം, ബാക്കിനെ വളർത്താൻ വിട്ടേക്കാം. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ശോഷിച്ചവരുണ്ടോ? ശോഷിച്ചവർ ഞാൻ പറിക്കാം. ഇല്ലല്ലേ, വെറും ലുക്കൊക്കെ ഉള്ളൂ. അത്രയും കിട്ടി, ഇത്രയും മതിയാവുന്നതായിരിക്കണം. നമുക്ക് ഈ ശോഷിച്ചവൻ്റെ അടുത്ത് നിന്ന് എല്ലാം പറിക്കാം. കരിഞ്ഞ്. അത് വേണ്ട. അയ്യോ ദൈവമേ, ആകെപ്പാടെ കുറച്ചുകൊണ്ട്. എവിടെ പോയി? എവിടെടാ? കിട്ടി. ഓക്കെ, ഇതെൻ്റെ ക്യാരറ്റാണ്, അതെൻ്റെ ഉള്ളിയാണ്. ഞാൻ എപ്പോഴും കാണിക്കും. അതെൻ്റെ റോസാപ്പൂവിൽ മുട്ട് വന്നിരിക്കുന്നു. ഇനി ബാക്കിയുള്ളവരെ വളരാൻ വിട്ടേക്കാം. എല്ലാത്തിനെയും ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ട സാധനങ്ങൾ, കോക്കനട്ട് ഒരെണ്ണം മതിയെന്ന് എനിക്ക് തോന്നുന്നു, ഇല്ലെങ്കിൽ മറ്റേ പാക്കറ്റിലൂടെ ഞാൻ പൊട്ടിച്ചിടും. ക്യുമിൻ സീഡ്, നമ്മുടെ ചെറിയ ജീരകം, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി. ഇത് മിക്കവാറും ഞാൻ 2 കൂടെ എടുത്തിട്ട് അരയ്ക്കും. പിന്നെ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ അവിയൽ വെക്കാൻ. കാരണം കുരുപ്പിന്, അമലുവിന് പൊട്ടറ്റോ അലർജിയാണ്, പൊട്ടറ്റോ വർഗ്ഗത്തിലുള്ള എല്ലാം അലർജിയാണ്. അപ്പോൾ അവക്കൂടെ പറ്റുന്നതെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ചോയ്സസേ ഉള്ളൂ. പിന്നെ ചെറിയുള്ളിയും ജീരകവും കുറച്ച് ഉപ്പും അതേപോലെ മഞ്ഞളും ഇതും കൂടെ ഇട്ടിട്ട് അരപ്പ് നമ്മളുണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ബ്രിഞ്ചോളുണ്ട്, ക്യാരറ്റുണ്ട്, ബീൻസ്, ഡ്രം സ്റ്റിക്ക്, പിന്നെ മറ്റേ സാധനം, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇവിടെ മത്തങ്ങ കുറവാണ് കിട്ടുന്നത്, ഈ സാധനം കൂടുതൽ കിട്ടും. മത്തങ്ങ പോലെ തന്നെ, ഇതേ കണ്ടോ, മത്തങ്ങ പോലെ തന്നെ, പക്ഷേ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്, മധുരമുണ്ട് ഇതിന്. പിന്നെ കറിവേപ്പില, എണ്ണ, ഉപ്പ്, ഇത്രയാണ് നമുക്ക് അവിയലിന് വേണ്ടത്. അപ്പോൾ ഒരു കുട്ടി അവിയൽ, 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന കുട്ടി അവിയൽ, അതാണ് ഫസ്റ്റത്തെ പ്ലാൻ. പിന്നെ അവിയലൊന്നും വെക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം അമ്മ എപ്പോഴും അവിയലൊക്കെ വെക്കുന്നത് കണ്ടു പഠിച്ചൊക്കെ അവിയൽ എനിക്ക് ഓക്കെയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഇത്രമാത്രം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വെക്കുക എന്നുള്ളതാണ് പ്രശ്നം. കാരണം നാട്ടിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടിൽ മറ്റേ ചേമ്പ്, ചേന, കാച്ചിൽ ഇതെല്ലാം ഉണ്ടല്ലോ. പിന്നെ പൊട്ടറ്റോ വെച്ചാൽ തന്നെ അതിനൊരു ടേസ്റ്റാണ്. പക്ഷെ അതിവിടെ പറ്റാത്തതുകൊണ്ട് അതൊരു കുഴപ്പമാണ്. പിന്നെ യോഗേർട്ട് ഉണ്ട്, യോഗേർട്ട് ഞാൻ എടുക്കാം. ഇതാണ് യോഗേർട്ടും കൂടെ ഇതിനകത്തുള്ളതാണ്. യോഗേർട്ട് ഇതാണ്. ഞാൻ ലാക്ടോസ് ഇൻടോളറൻ്റ് ആണ്, അപ്പോൾ എനിക്ക് പാല് വെച്ചിട്ടുള്ളതൊന്നും പറ്റില്ല. പിന്നെ കുരുപ്പിനും പാൽ അലർജിയാണ്, അതുകൊണ്ട്
കോക്കനട്ടിൻ്റെ കേടാണ്. ഇവിടെ പലതരം കേട് കിട്ടും, നമ്മുടെ നാട്ടിലും കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ആൽമണ്ടിൻ്റെ, സോയയുടെ ഒക്കെ കേട് കിട്ടും. ഇപ്പോൾ കോക്കനട്ടിൻ്റെ കേട് കണ്ടപ്പോൾ ഞാനത് വാങ്ങിച്ചു. ഇത്തിരി വില കൂടുതലാണ് കോക്കനട്ടിൻ്റെ കേട്. പിന്നെ ഓണല്ലേ, അവിയലല്ലേ, എന്തുമൂക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനത് വാങ്ങിച്ചു. അപ്പോൾ ഇതിനൊക്കെ ഇനി അരിഞ്ഞു കൂട്ടാം. അരിഞ്ഞ് തട്ടിക്കൂട്ടിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളുമായി എല്ലാം അരിഞ്ഞു. ക്യാരറ്റും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ഹബ്ബി വന്ന് എന്താ നീ കാണിക്കുന്നത്, എന്തൊക്കെയാ ഇത്? അവൻ കണ്ടുപിടിച്ചു ഗൈസ്. അവൻ ഞാൻ ഇത് പറിച്ചത് കണ്ടുപിടിച്ചു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഓ ഇത്രയും വലുതായോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും, വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാന്നൊക്കെ പറഞ്ഞവൻ. നൈസായി. അപ്പോൾ ഞാനത് അരിഞ്ഞു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അരപ്പിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ബാക്കി അരിഞ്ഞു കൂട്ടിയത്. ഇപ്പോഴാണ് ഞാൻ ഓർത്തത് വിളക്ക് കത്തിക്കാൻ നേരമായി. ഞാൻ പോയി വിളക്ക് കത്തിച്ചിട്ട് ബാക്കി കാണിക്കാം. എൻ്റെ ചെറിയ ഒരു പ്രാർത്ഥിക്കുന്ന സെറ്റപ്പ്. അപ്പോൾ ഇവിടെ ഞാൻ വിളക്ക് കത്തിക്കാൻ പോവാണ്. വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തുടങ്ങാം. ഇത് കണ്ടോ, ഇതെനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത് എൻ്റെ ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നിവിൻ ചേട്ടൻ. എൻ്റെ ചേട്ടനെ പോലെ തന്നെ ഏട്ടന് കുറേ ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വളർന്ന സമയത്ത് അവരും എൻ്റെ ചേട്ടന്മാർ തന്നെയായിരുന്നു, ഇപ്പോഴും ആണ്. അതിൽ ഒരു ചേട്ടൻ ഇവിടെ UK-ലുണ്ട്. അപ്പോൾ ചേട്ടൻ എന്നെ കാണാൻ വന്നു ബർത്ത്ഡേക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട്. എന്താല്ലേ, നമുക്കൊരു ചേട്ടന്മാരുണ്ടെങ്കിൽ ബോണസായിട്ട് ഒരു 8-10 ചേട്ടന്മാരെ കൂടെ കിട്ടും. ഇപ്പോൾ കല്യാണത്തിന് മൊത്തം എൻ്റെ കസിൻസിനെക്കാട്ടിലും ഓടി നടന്നത് എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള എൻ്റെ ചേട്ടന്മാരാണ്. അങ്ങനെ. അപ്പോൾ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ബാക്കി വിളക്കൊക്കെ കത്തിച്ചു. ഇതാണ് കേട്ടോ എൻ്റെ ഉണ്ണി കാണാൻ. അപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. ശരിക്കും നാമൊക്കെ ജപിക്കണം, പക്ഷെ എനിക്ക് ഇന്ന് സമയമില്ല. ഞാൻ ഇത് ഡെയിലി ചെയ്യാറുണ്ട് ജോലി ഇല്ലെങ്കിൽ, പക്ഷെ ഇന്ന് സമയമില്ല. ഇന്ന് ഞാൻ പച്ചക്കറി ഇരിക്കുന്നതിൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്ക് ടു നമ്മൾ അരപ്പുണ്ടാക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ഞാൻ ഇട്ടേക്കുന്നത് ഒരു ചെറിയ ടീസ്പൂൺ എന്ന് പറയുമോ, അതിനെക്കാട്ടി കുറവ് ക്യുമിൻ സീഡ്സ്, ചെറിയ ജീരകം, പിന്നെ വാങ്ങിച്ച തേങ്ങ 2 പാക്കറ്റ് ഞാനിട്ടു. തേങ്ങ കണ്ടപ്പോൾ ആക്രാന്ത മൂത്ത് ഞാൻ 2-3 തിന്നു. അപ്പോൾ പിന്നെ എന്തായാലും അടുത്തതും പൊട്ടിച്ചിടണം. അപ്പോൾ 2 ഇട്ടു. പിന്നെ ഉള്ളി ഒരു 5-6 അമ്മ ഇടണം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് വലിയതായിട്ട് തോന്നുന്നു. കുഞ്ഞുള്ളി ആണെങ്കിലുമേ നല്ല സൈസ് ഉണ്ട്. അപ്പം ഞാൻ ഓവറാക്കി ചളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് 4 ഇട്ടിട്ടുള്ളൂ. അപ്പോൾ 4. പിന്നെ കുറച്ച് മുളക്, ഒരു 2 മുളക്, പിന്നെ ഇത്തിരി കറിവേപ്പില. ഇത് പിന്നെ അരയ്ക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഫൈൻ പേസ്റ്റായിട്ട് അരച്ചുകൂടാ. ചമ്മന്തിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ അറിയാമല്ലോ, അങ്ങനത്തെ രീതിയിൽ അരപ്പായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അത് നമുക്ക് അരയ്ക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നു. ഇതാണ് ഞങ്ങളുടെ ചായ ഏരിയ. ചായ പ്രാന്താണ് എനിക്കും കുരുപ്പിനും. എൻ്റെ ഹസ്ബൻഡ് കാലത്തിന് ചായ ഇഷ്ടമേ അല്ല, അവന് കോഫി പ്രാന്താണ്. കോഫി പ്രാന്തൊന്നുമല്ല, വല്ലപ്പോഴും നമ്മുടെ നാട്ടിലിടൂലേ നല്ല നല്ല കാപ്പി, നല്ല എന്താ പറയുക, എങ്ങനെ ഇപ്പോൾ പറയുക, അതായത് ഇവിടെ ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നത് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ നല്ല തിളപ്പിച്ച് അതിനകത്തേക്ക് പൊടിയിട്ട് അത് പൊങ്ങി വന്ന് അങ്ങനെയല്ല ചായ ഉണ്ടാക്കുക. അത് ചായയും കാപ്പിയും അത് അവനിഷ്ടമാണ്. അപ്പം ഞാൻ അവന് ഇടയ്ക്കുണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ് അത്, വല്ലപ്പോഴും മാത്രം. അല്ലാതെ അവനെപ്പോഴും കോക്ക് സീറോ പ്രാന്താണ്. കോക്ക് സീറോ കുടിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് അവൻ്റെ മെയിൻ സംഭവം. അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നെന്താ, അരപ്പ്. ഇനി അരപ്പ് അരക്കാട്ടോ. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതെനിക്ക് ഇത്തിരി ഒരു പണി തന്നു, ഇത്തിരി വെള്ളം ആഡ് ചെയ്യേണ്ടി വന്നു. അല്ലാണ്ട് നന്നായിട്ട് അങ്ങോട്ട് അരയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തു. ഇത് കൂടി പോവുകയാണെങ്കിൽ നമുക്കൊന്നുകൂടെ തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിക്കാം. അപ്പോൾ ഓക്കെ ആയിരിക്കും. ഓക്കെ, നമുക്ക് സാധനങ്ങൾ വേവിച്ച് തുടങ്ങാം. ഓക്കെ, എൻ്റെ കെട്ടിയവന് പ്രാന്ത്. ഇന്ന് ഞങ്ങളൊരു ചെറിയ അടി ഉണ്ടാക്കിയായിരുന്നു. അതിന് അവൻ എഴുതിക്കൊണ്ട് വെച്ചതാണ് ഇത്. അയ്യോ പാവം, ചെറുതായിട്ടൊരടി, വലിയതൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ എപ്പോൾ അടി ഉണ്ടാക്കിയാലും അവൻ അപ്പം തന്നെ മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ, അടി മാറ്റിയില്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടാണ്. എനിക്ക് പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല. ഞാൻ ആ ഒരു അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബേസിസിൽ ഒരു 4 അടി വേറെ ഉണ്ടാക്കും. അവൻ അങ്ങനെയല്ല. കുറച്ച് വെള്ളമുണ്ട്, വെള്ളങ്ങളെ സിങ്കൊന്നും നോക്കരുത്, സിങ്കിൽ കഴുകാൻ കിടക്കുന്നുണ്ട്. കഴുകൽ കുരുപ്പിൻ്റെ ജോലിയാണ്. ഉണ്ടാക്കൽ ഞാൻ ചെയ്യുന്നു, കഴുകൽ അവൾ ചെയ്യും. സാധാരണ നമ്മൾ കിഴങ്ങ് വർഗ്ഗത്തിൽ പെടുന്നതാണ് ആദ്യം ഇടുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ പച്ചക്കറികളുടെ വേവ് കറക്റ്റായിട്ടൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ആദ്യം ക്യാരറ്റ്, മറ്റേ പംകിൻ പോലത്തെ സാധനവും ആദ്യം ഇട്ടു, ഡ്രം സ്റ്റിക്കും. പിന്നെ അത് ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് വേവുമ്പോഴത്തേക്ക് ബാക്കി കുറഞ്ഞ വേവുള്ള ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തിടാം.
അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഞാൻ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ചെറുതായിട്ടൊന്ന് എന്താവും എന്നറിയില്ല, നോക്കട്ടെ. നമ്മളിങ്ങനെയൊക്കെ എല്ലാ തവണ ഞാൻ അവിയൽ വെക്കുമ്പോഴും കഷ്ണങ്ങൾ വേറെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനാണ്, എന്താവുന്നൊന്നും അറിയില്ല. എപ്പോഴും കഷ്ണങ്ങൾ വേറെ ആയിരിക്കും. അപ്പോൾ എല്ലാത്തിനും ഓരോരോ വേവും ഓരോരോ കാര്യങ്ങളൊക്കെ അല്ലേ. ഇതാണ് അതിൻ്റെ ഒരു ആകെപ്പാടുള്ളൊരു ക്വാളിഫിക്കേഷൻ. എന്നിട്ട് ഇത് ചെറുതായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിടാം. ഓക്കെ, 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതോടെ ബാക്കിയുള്ള കഷ്ണങ്ങളും കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും പിന്നെ ഈ കിടക്കുന്നത് ഓയിലാണ് കേട്ടോ. ഓയിലും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ, ക്യാമറ കൈ പിടിച്ചുകൊണ്ട് കൂട്ടി യോജിപ്പിക്കാൻ ഞാൻ വലിയ ഇതല്ല, ഞാനൊന്ന് ഇളക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാനെ ഇളക്കി ഞാൻ അടച്ചു വെച്ചു, ഒന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർക്കണം, പിന്നെ തൈര് ചേർക്കണം. അത് 2 പണിയും കൂടെ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് സിമ്മിലാക്കിയിട്ടുണ്ട് ഞാൻ. സിമ്മിലിരുന്നൊന്ന് വേവട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം. അതിന് ശേഷം അരപ്പ് ചേർക്കണം. അരപ്പ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം ലാസ്റ്റ് തൈരിട്ടിട്ട് ഒത്തിരി കസരത്തൊന്നും പണിയാൻ നിൽക്കരുത്. തൈരിട്ടിട്ട് വേഗം എണ്ണ ഒഴിച്ച് കറിവേപ്പിലയിട്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റ്. ഓക്കെ, സാധാരണയൊക്കെ ചെയ്യുമ്പോൾ നന്നാവാറുണ്ട്. ഇപ്രാവശ്യം നന്നായ അറിയാം. കുറേ കാലത്തിന് കഴിഞ്ഞ ഓണത്തിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ അവിയൽ വെക്കണത്. അതുകൊണ്ട് നന്നായാൽ മതിയായിരുന്നു. നോക്കാം. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ കാണിക്കാം. പക്ഷെ വെള്ളം കൂടി പോകാൻ പാടില്ല എന്ന് അമ്മ എപ്പോഴും പറയും. അതുകൊണ്ട് നമ്മൾ ഈ പുറത്തൊക്കെ വന്ന് നിൽക്കുമ്പോഴാണ് അമ്മമാരെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നത്. അവർ കുക്ക് ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ അമ്മ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും പോയിട്ട് അടുത്തിങ്ങനെ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ അമ്മയടുത്ത് കഥ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മ ഇങ്ങനെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. പക്ഷെ അന്നൊന്നും വലിയ എന്താ പറയുക കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ഇങ്ങനെയൊക്കെ വന്ന് താമസിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ മനസ്സിലാവുന്നത്. ഏകദേശം വെള്ളം വറ്റിയിരിക്കണം. വറ്റി ഒത്തിരി അങ്ങോട്ട് കസരത്ത് കാണിച്ചിട്ടേ കോമഡിയാക്കണ്ട. കുറച്ച് കുഴഞ്ഞിരുന്നാലും കാറില്ലാന്ന് വെക്കുക. ഞാനിത് ബാക്ക് ടു സിമ്മാക്കി എന്നിട്ട് നമ്മൾ അരപ്പിടുക. ആർക്കും നോവാണ്ട്, ഒന്നിനും നോവാണ്ട് നമ്മളിങ്ങനെ ഇളക്കി ഇങ്ങോട്ട് യോജിപ്പിക്കും. ഇവിടെ ഉപ്പാണ് എനിക്ക് ആകെപ്പാടെ ഒരു കൺഫ്യൂഷനുള്ള സാധനം. അതെന്നും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ എന്ത് വെച്ചാലും ഉപ്പ് ഈസ് എ പ്രോബ്ലം. എന്നിട്ട് അവസാനം ഉപ്പായതുകൊണ്ട് അവസാനം ശരിയാക്കാം. പക്ഷെ ഇതിൽ ഇളക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്താ ഇതിൽ ഇത്തിരി വെള്ളമുണ്ട്, വെള്ളം കൂടുതലാണ്. അപ്പോൾ ഈ വെള്ളം ഒന്നൊന്ന് വറ്റിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടും കൂടെ 2 മിനിറ്റ് വേവിച്ചിട്ട് തൈര് ഒഴിക്കുക. പിന്നെന്താണ് അവസാനമായിട്ട് ഇറക്കി വെക്കണതിൻ്റെ സമയത്ത് നമ്മൾ എണ്ണയും അതേപോലെ തന്നെ ഇതിടും. എന്താണ് കറി ലീവ്സ്, നമ്മുടെ സ്വന്തം കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ശരിയായി. കുരുപ്പ് വന്നു. അപ്പോൾ എനിക്ക് ക്യാമറ പിടിച്ചു തരാനാണ്. അപ്പോൾ തൈരിട്ടു. ഇനി നമ്മൾ സിമ്മിലാണ് വെച്ചത്. സിമ്മിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കുക. എന്തായാലും തന്നെ മതിയാവും അല്ലേ? ഒരു പോലെ തൈരിട്ട് നമ്മൾ ഒത്തിരി നേരമൊന്നും ആക്കരുത്, വേഗം തന്നെ എടുക്കണം. ഈ തൈരിന് എന്ത് ടേസ്റ്റാണ്. ഇതിന് കോക്കനട്ടിന് ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഒരുപാട് പൊങ്ങി നിൽക്കില്ലല്ലോ. കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട്.
ഒത്തിരി ഇല്ല, ചെറുതായിട്ട്. പിന്നെ അവിയലല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് ചെറുതായിട്ട് മാറ്റട്ടെ അല്ലേ. ഇനി ഇരുന്നാലും കുഴപ്പമില്ലല്ലോ, ഇതിനി പിടിച്ചോളും. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് എണ്ണ ഒരു 2 ടീസ്പൂൺ എണ്ണയാണ് ഇതിൻ്റെ മെയിൻ. എണ്ണയും അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല. ഇവിടെ കറിവേപ്പിൻ്റെ ഇല നമ്മൾ നന്നായിട്ട് ഒരെണ്ണം അങ്ങനെ വേണം, നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ആ എണ്ണയും കറിവേപ്പിൻ്റെ ഇലയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ചൂട് തീ ഓഫ് ചെയ്യാം, എന്നിട്ട് ഇളക്കാം. അയ്യോ, കറിവേപ്പില കളഞ്ഞൂടാ. അവസാനം ഉപ്പ് നോക്കണേ ഗുരു. എണ്ണ എല്ലായിടത്തേക്കും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിയൽ സെറ്റ്. ഏറ്റവും കുറഞ്ഞ കാര്യങ്ങൾ ഇട്ടുകൊണ്ടുള്ള ഒരു അവിയൽ. അതിൻ്റെ കാരണക്കാരിയാണ് വീഡിയോ എടുക്കുന്നത്. പൊട്ടറ്റോ ആ വർഗത്തിലുള്ളൊന്നും നിനക്ക് പറ്റത്തില്ലല്ലോ. ഏകദേശമായിരിക്കുന്നു. ഉപ്പ് മാത്രമാണ് നോക്കാൻ വേണ്ടി ബാക്കിയുള്ളത്. സെറ്റ്. സാഹസപൂർവ്വം എനിക്ക് വീഡിയോ എടുത്ത് ഗുരു ഇറങ്ങി വാ. അത് ഞങ്ങൾ അടി ഉണ്ടാക്കി പോകാൻ ദിവസം ഇല്ല, പോണ വഴിക്ക് ചെറുതായിട്ട്. ഇത് നോക്ക്, ടേസ്റ്റ് നോക്കാനല്ലേ ഞാൻ നിന്നെ വിളിപ്പിച്ചേ. എടി നന്നായിട്ട് പറയടി. രസമുണ്ടോ? ശരിക്കും രസമുണ്ടോ? ഓക്കെ, അപ്പോ അവിയല് സെറ്റ്. ഇനി എന്താണുള്ളത്? സാമ്പാർ ഇനി ഉണ്ടാക്കണം. അത് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട്. ഓക്കെ, അംഗം വിട്ട് കഴിഞ്ഞവരുണ്ട്, ശരിയാക്കി എടുക്കണം. ഇതെന്താ പറയുക, ഞങ്ങൾ ഊരി വെച്ചത് റിംഗ് ആണേ. അവിടെ ഉണ്ട്, അവിടെ റിംഗ് ഉണ്ട്. അപ്പൊ അപ്പുറത്ത് ആരെങ്കിലൊക്കെ വരികയാണെങ്കിലൊക്കെ കാണാൻ വേണ്ടി ക്യാമറ പോലെ. അപ്പൊ അതിനകത്ത് കാലം സംസാരിക്കും. അപ്പൊ അവൻ ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ ഞാൻ കമന്ററി പറയണ പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ അതിന് വേണ്ടിട്ട് ചോറിഞ്ഞപ്പോ ഓഫ് ചെയ്ത് വെച്ചതാ. ഓക്കെ, സ്പെഷ്യൽ അതന്നെ. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോ മറ്റേ ഇതൊക്കെ എടുത്തു വെച്ചാ 1 കിൻഡല് പലതരത്തിലുള്ള മസാലകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആര്യവേപ്പ്, അത് കുഴിച്ചു വെക്കണം. പിന്നെ എനിക്ക് ചെടിപ്രാന്തുള്ളതുകൊണ്ട് റോസ അവള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, അത് വെക്കണം. അതൊക്കെ വെക്കണം. സാമ്പാറിനുള്ളത് തുടങ്ങാണ്. മുണ്ട കൊടുത്ത് വന്ന് എനിക്ക് സാമ്പാറിനുള്ള കഷ്ണം അരിഞ്ഞു തരുന്നുണ്ട്. സാമ്പാറിന് നമ്മൾ ക്യാരറ്റ്, തക്കാളി, ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് ഇന്ന് സാമ്പാർ വെക്കുന്നത്. പിന്നെ ബ്രിഞ്ചോള്, ദൈവത്തിനെ ഞാൻ ഒന്നുകൂടെ മുറിച്ച് പുള്ളി കണ്ടോ, കറക്റ്റ് പപ്പായ പോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു പപ്പായല്ല, പംകിൻ, സോറി. അത് കറിവേപ്പില, പിന്നെ പുളി പിഴിയണം, പിന്നെ സാമ്പാർ പൊടി, ഇത്രയേ വേണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം കഷ്ണങ്ങൾ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കും. ഞാൻ അങ്ങനെ ചെയ്യാറ്. കഷ്ണങ്ങൾ എണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് തക്കാളി ഒഴിച്ച് ബാക്കിയെല്ലാം എണ്ണയിൽ വഴറ്റിയെടുക്കും. എന്നിട്ട് സാമ്പാർ പൊടിയും കൂടെ ഇടും. എന്നിട്ട് സൈഡിൽ തന്നെ പരിപ്പ് വേവാൻ വയ്ക്കും. പരിപ്പ് വേവുമ്പോഴത്തേക്ക് ഈ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിടും. അത്രേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് പരിപ്പ് വേവും. ഫസ്റ്റ് സാമ്പാറിനുണ്ടാക്കാൻ വേണ്ടി പരിപ്പിട്ടു. പരിപ്പ്, ഉപ്പ്, മഞ്ഞൾ, കുറച്ച് സാമ്പാർ പൊടി ഇടേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ഇത് വേവിച്ച് വരുമ്പോഴത്തേക്ക് വേവാകുമ്പോഴത്തേക്ക് അതൊക്കെ അരിഞ്ഞ് കഴിയുമായിരിക്കും. പിന്നെ ഈ സാമ്പാർ പൊടിയിലുണ്ടല്ലോ, ഇത് സാഷേസ് ആയിട്ടാണ് വന്നിരിക്കണേ, കുറേ സാഷകൾ. അപ്പോൾ ഒരു സാഷ ഒരു സാമ്പാറിനെന്നായിരിക്കും ഒത്തിരി കണക്ക്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു സാഷ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഈ പരിപ്പ് വെന്ത് വരുമ്പോൾ അതിൻ്റെ ഒരു രുചി നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഓക്കെ, ഈ പരിപ്പ് ഒന്ന് ഇളക്കി വേവിക്കട്ടെ. ഒന്നും വേണ്ടാത്ത ഇങ്ങനെ അതന്നെ ഇളക്കി, അത്രേ ഉള്ളൂ.
ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കട്ടെ. ചമണ്ടൻ കുക്കറാണ്, പക്ഷെ കുറേ വലിയ കുക്കറും ഇത്തിരി കൊണ്ട് സാമ്പാറും. അപ്പോൾ ഏകദേശം സാധനമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതിനി അരിഞ്ഞു കൂട്ടിയാൽ മതി. പിന്നെ പുളി പിഴിയാണ്. പുളി കാണുമ്പോൾ തന്നെ തിന്നാൻ നല്ല അക്രാന്ത്. അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം വേണം. എനിക്കിഷ്ടമാണ്. നമ്മൾ തക്കാളി ഇടുന്നുണ്ട്, പക്ഷെ എന്നാലും ഇത്തിരി അതുകൂടെ മതി. ഇത്തിരി ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് വെള്ളം പിഴിഞ്ഞ് വെക്കണം. അപ്പോൾ ഇതിനകത്ത് ഇത് എണ്ണയാട്ടോ കിടക്കണത്. കൊള്ളത്തില്ലല്ലേ, എണ്ണയാണ് കിടക്കണത്. അത് അപ്പത്തേനും അത് മറ്റേ ഇതായി കട്ടിയായി. നല്ല പുളിയാ. ഇവിടെ വാങ്ങിച്ചോ കേട്ടോ പുളി. പുളിക്കണം. സാമ്പാറിന് ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് വേണം അരിയാൻ. ഈ കുഞ്ഞിതൊക്കെ ഇങ്ങനെ മതി, മനസ്സിലായോ? ഇത്ര ഒരു വിധത്തിലടാ. ഇങ്ങനെ വലുതുണ്ടെങ്കിൽ അത് രണ്ടാക്കുക, അത്ര മതി, മനസ്സിലായോ? ഇതിപ്പോ ഇതാണ് വെച്ചാ ഇതൊക്കെ വെന്ത് ഇതാവുമല്ലോ. ഈശ്വര, ഇങ്ങനെ മുറിച്ചിട്ട് ഇതിനൊക്കെ ഈ ഒരു കട്ടിയില് ഇത്ര തന്നെ കുഞ്ഞാക്കണം നിർബന്ധമല്ല, മനസ്സിലായോ? അത്ര മതി, മനസ്സിലായോ? അങ്ങനെ ഉള്ളി നന്നായിട്ട് ഇങ്ങനെ കുഞ്ഞാക്കി അരിയുന്നതിൽ തെറ്റില്ല. ഓക്കെ, അത്ര അരിഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല. എന്നൊക്കെ നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഇടുകയാണ്. എണ്ണ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസ് ഒക്കെ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യും ഞാൻ. എന്നിട്ടാണ് വെജിറ്റബിൾസ് ഉപ്പും അതേപോലെ സാമ്പാർ പൊടി ഇട്ടിട്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം ഞാൻ സോട്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യണം ഒരു നിർബന്ധമില്ല, പക്ഷെ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അയ്യോ, ക്യാറ്റിൻ്റെ ഒക്കെ ഒരു മണ്ടൊക്കെ. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തേ ഉള്ളൂ. അവസാനം നമ്മൾ കടുക് വറക്കുന്നുണ്ട്. കടുകല്ല, മറ്റേ മുളകും തക്കാളിയും, മുളകും അതേപോലെ വെളുത്തുള്ളി വെച്ചിട്ട് ഒന്ന് അവസാനം ഒന്ന് വറവലിടും. ഇത് ജസ്റ്റ് നമ്മൾ ആദ്യത്തെ വഴട്ടൽ. നമ്മൾ എളുപ്പപ്പണി ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതൊന്നും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങോട്ട് വേവിച്ചാൽ മതി. അതാണെച്ചാലും ഏകദേശം ഒരേപോലൊക്കെ തന്നെ. ഞാൻ ക്യാമറാമാനെ കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഉപ്പെടുത്തു. മറ്റേലിട്ടിട്ടുണ്ട് കുറച്ച്, അപ്പം ഇത്ര മതി. ലാസ്റ്റ് നീ നോക്കി ചെയ്യില്ല ഉപ്പ്. ചെറിയ തീയിൽ മതി. ചെറിയ തീയിലൊന്ന് വളരട്ടെ. അപ്പം ഞാനൊരു മുളക് കൂടെ തേക്കണ്ട, മുളക് കൂടെ എടുത്തിട്ടുണ്ട്. ആ വലിയ മുളക് ഇവിടെ നട്ട് പിടിപ്പിച്ചുണ്ടാക്കിയ ആ മുളകില്ലേ, അതുകൂടെ എടുത്തിട്ടു. ഇനി നമുക്ക് സാമ്പാർ പൊടി, ബാക്കിയുള്ള സാമ്പാർ പൊടി എല്ലായിടത്തേക്കും ആകാതെ ഇതിനകത്തേക്ക് തട്ടിടാം. കുറച്ച് താഴെപ്പൊടി. ഇത്തിരി അമ്മേ പരീക്ഷിക്കാം. ഇത്തിരി കൂടിപ്പോയോ? ബാക്കി ലാസ്റ്റ് പോവാം. എന്നിട്ടേ ഞാൻ നമ്മുടെ കുറച്ചുകൂടെ പൊടിയും കൂടെ ഇട്ടേ. ബ്രിഞ്ചോൾ കട്ട് ചെയ്തില്ലേ നീ? അപ്പോൾ കുറച്ച് കറി ലീവ്സ്, മറ്റേത് എന്താണ് കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ആഡ് ചെയ്തു. ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മണം ഒന്ന് മാറണം വരെ കേട്ടോ. ഉള്ളിലേക്ക് വഴറ്റിയ ഇതെല്ലാം ഇട്ടു. പിന്നെ വേറെന്താ നമ്മളിട്ട് കറിവേപ്പില, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്താ, തക്കാളി ഇട്ടു. ചെറുതായിട്ട് പൊടിയുടെ ഒരു കുറവ് തോന്നി, അപ്പോൾ പൊടി ഇട്ടു, കുറച്ച് പൊടി ഇട്ടു. ഇനി ഇതെന്തായാലും ഒന്ന് അടച്ച് വെച്ചിട്ടൊരു 2 വിസിൽ, 2 or 3 വിസിൽ കേൾപ്പിക്കാം. 2 വിസിൽ കേൾപ്പിക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ തുറന്നിട്ട് പുളി ചേർക്കണം. കടുകില്ല,
വറവിൽ ചേർക്കണം, അത്രയേ ഉള്ളൂ. അത്രയും കൂടെ കഴിഞ്ഞാൽ സാമ്പാർ സെറ്റ്. ഇത് മറ്റേ മസാല ആയതുകൊണ്ട് ആ ഒരു ചുമപ്പ് നിറം വരുന്നില്ല, കുറച്ച് മുളക് പൊടി ചേർക്കുന്നതിനോട് അങ്ങനെ അതിൽ വെള്ളം ഒഴിച്ച് എല്ലാം സെറ്റാക്കി അടച്ചു വെച്ചു. ഇനി വിസിലേക്കാൻ വെയിറ്റ് ചെയ്യാണ്. ഇനി ബാക്കിയുള്ളത് പുളിവെള്ളം, പറഞ്ഞ പോലെ തന്നെ പുളിവെള്ളവും മറ്റേ വറവലും അതോടെ ഉള്ളൂ. അപ്പം എനിക്കെപ്പോഴും ഇത് കുക്കർ വെച്ചിട്ടുണ്ടെങ്കിലേ ഗ്യാസ് വരുന്നുണ്ട്, അതിൻ്റെ പ്രഷർ പോകുന്നുണ്ടോ എന്ന് നോക്കാൻ ഇല്ലെങ്കിൽ എനിക്ക് പേടിയാണ്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പൊക്കി നോക്കും. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് വെച്ചാൽ കണ്ടോ, അപ്പോൾ അത് ഓക്കെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ ഡി. ഇനിയിപ്പോൾ പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കണം, ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമായിരിക്കും. പാത്രങ്ങൾ കഴുകട്ടെ ഇതാവുമ്പോഴത്തേക്ക്. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പാകിസ്ഥാനികളാണ്. അവരുടെ വീട്ടിലെ കല്യാണം ഇല്ല പൊടി, അപ്പോൾ അവരുടെ കല്യാണം എന്തോന്ന് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട് ഇതേപോലെയായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന്. സാമ്പാറായി. സാമ്പാറിൽ പുളിവെള്ളവും ആഡ് ചെയ്തു വെന്ത ശേഷം. പുളിവെള്ളം നേരത്തെ വേണച്ചാലും ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട് പുളി ഇട്ട് കഴിഞ്ഞാൽ വേവ് കുറയും എന്നൊക്കെ. അത് എല്ലാത്തിനും ഇല്ല, എന്തോ ചേനയ്ക്കോ അങ്ങനെ എന്തോ ആണ്. പക്ഷെ എന്നാലും ശരി, ഞാനെല്ലാം അവസാനത്തിലാണ് പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളം ഒഴിച്ച് സെറ്റായി. ഇനി വറവിടണം. എണ്ണ ചൂടാവണമെന്നൊന്നുമില്ല, ഞാനിപ്പോൾ ഇടാണ്, കാരണം അല്ലെങ്കിൽ പൊട്ടി തെറിക്കുന്ന പേടി. അങ്ങടെ അതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇത്തിരി പൊടി, ജസ്റ്റ് കുറച്ച് മാത്രമേ എടുത്തുള്ളൂ, അതിൽ വറവൊന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് മാത്രം. ഒന്ന് ഇതാക്കിയിട്ട് സിമ്മിലായിരിക്കണം. അതൊന്ന് ഇതാക്കിയിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ ഒഴിക്കും. കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഓൾറെഡി നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം സെറ്റ്. ഒന്നുകൂടെ വേണമെങ്കിൽ കുറുകണച്ചാൽ കുറുകാം. ഒരിത്തിരി കറിവേപ്പിലയും കൂടെ എടുത്ത് ചമ്മുന്നു. മല്ലിയില ഇടില്ല, കുരുപ്പിന് മല്ലിയില ഇഷ്ടമല്ല. മല്ലി ഞാൻ വളർത്തുന്നുണ്ട്, പക്ഷെ ഇടണ്ട, മല്ലിയില ഇടണ്ടെന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ. സെറ്റ്. മോർണിംഗ് രാവിലെയായി. ഇന്നാണ് നമ്മുടെ തിരുവോണം. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഒരു പണിയുണ്ട്. കുരുപ്പിനൊന്ന് പള്ളി പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ കുരുപ്പിൻ്റെ കൂടെ ഞാനെപ്പോഴും അവൾക്ക് പള്ളി പോകേണ്ടപ്പോൾ ഞാനും കൂട്ടുപോകാറുണ്ട്. അതേപോലെ എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ അവളും കൂട്ടുവരും. ഞങ്ങളിവിടെ അങ്ങനെയാണ്. അതുകൊണ്ട് തിരുവോണമായിട്ട് രാവിലെ പോയി പള്ളി പോട്ടെ. പള്ളിയിൽ പോയി വന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ പൂ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ പൂ വാങ്ങിക്കണം. പൂ അങ്ങനെ നമ്മുടെ നാട്ടിലെ പൂവൊന്നും കിട്ടില്ല, പക്ഷെ ബൊക്കെയൊക്കെ കിട്ടും. അപ്പോൾ ബൊക്കെയൊക്കെ കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അതേപോലെ ചെറുതായിട്ട്. അപ്പോൾ കോപ്പിൽ കയറിയിട്ട് നമ്മൾ പൂ വാങ്ങിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ സാമ്പാറും അവിയലും ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ വൈദേഹിയുടെ അടുത്തേക്ക് പോകും. അപ്പോൾ അതാണ് ഇന്നത്തെ അജണ്ട. സോ ഫസ്റ്റ് നമുക്ക് പള്ളിയിൽ പോയിട്ട് വരാം. ഓക്കെ. അപ്പം ഞങ്ങളങ്ങനെ നടന്ന് ഫസ്റ്റ് പള്ളിയിൽ പോവാണ്. പള്ളിയിൽ പോണ വഴിയുണ്ടത് അതാണ് കോപ്പ്, പക്ഷെ കോപ്പ് തുറന്നിട്ടില്ല. സോ ഇതാണ് പള്ളി കേട്ടോ. ഇത് ഇവിടുത്തെ ചെറിയൊരു പള്ളിയാണ്. ഈ പള്ളിയിലാണ് യൂഷ്വലി കുരുപ്പ് എപ്പോഴും പോവാറ്. അപ്പം ഞാനും പോവാറത്തില്ല തന്നെയാണ്. ಎಸ್ಟೇಟ್ ಎಲ್ಲದಕ್ಕೂ ಮಿಡಲ್ ಕ್ಲಾಸ್ വലിയ കാശില്ലാത്തര അവർക്ക് ഗവൺമെന്റ് ജോലി ഇങ്ങനെ തുക്കടെ ജോലി എസ്റ്റേറ്റ് ഉള്ളതല്ല മെജോറിറ്റി. മറ്റേ 10 കോടിയുടെ ഒരു വീട് വെച്ചു പറഞ്ഞില്ലേ. എന്റെ ജീവിതം ഇതാണ്. വളവളവളെ നീ തന്നെ സംസാരിച്ചോട്ടേ ഇരിക്കും. ഞാൻ നിനക്ക് പറഞ്ഞോണ്ടിരിക്കും. നീ പറ. ഓക്കെ. അപ്പൊ നമ്മളെ ഒരു മിനിറ്റ് ഞാൻ എത്തുന്നു പറയട്ടെ. നമ്മള് പള്ളി മാസ് കഴിഞ്ഞു. പള്ളി കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ നമുക്ക് കോപ്പ് തുറന്നിട്ടില്ല, 11 മണിക്കേ തുറക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ കരുതി അടുത്ത് തന്നെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോയി, അമ്പലത്തിനോട് മാറി അടുത്ത് തന്നെ സെയിൻസ്ബറി ഉണ്ട്. അപ്പോൾ സെയിൻസ്ബറിയിലും കയറി പൂ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണ്. ഇനി ഞാൻ ഇവളുടെ കഥ കേൾക്കട്ടെ, എന്നിട്ട് അമ്പലത്താകുമ്പോൾ കാണിക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹിന്ദു മന്ദിർ. നമ്മുടെ വരുന്ന അമ്പലം ഇതാണ്. ഇവിടെ തന്നെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങി. ഞങ്ങൾക്ക് പഴമൊക്കെ കിട്ടി. ഇനി പഴം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂ വാങ്ങിക്കണം. അമ്പലത്തിൽ കുറേ നല്ല പൂക്കളൊക്കെ ഇരിക്കും കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലുള്ള. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ പൂ ഹണ്ടിങ്ങിന് പോവാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. പഴം കഴിക്കട്ടെ, വിശക്കുണ്ട്, രാവിലെ ഇറങ്ങിയതാണ്. ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂ പറിക്കാൻ പോവാം. പൂ പറിക്കാനല്ല, പൂ വാങ്ങാൻ പോവാം. നമ്മൾ വീട്ടിലെത്തി, നനഞ്ഞു കുളിച്ച് പണ്ടാറടങ്ങി. നമ്മൾ പൂ വാങ്ങിച്ചു. ബൊക്കേസ് ആയിട്ടാണ്. ഇതും ഇങ്ങനത്തെ ഒരു ബൊക്കെ വാങ്ങിച്ചു. പിന്നെ റോസാപ്പൂവിൻ്റെ മഞ്ഞ ബൊക്കെ വാങ്ങിച്ചു. ഇതെടുത്ത് വൈദ്യയ്ക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് അവൾ വാങ്ങിക്കുമ്പോൾ ഇതല്ലാത്ത ഏറെങ്കിലുമൊക്കെ കളറ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഇനി തലയൊക്കെ തോർത്തി സെറ്റാവട്ടെ. എന്നിട്ട് ഇത് കണ്ടോ, അവർ ചന്ദനം തൊട്ട് തരിക ചെയ്യുക ഇവിടുത്തെ അമ്പലങ്ങളിൽ. വൈദ്യയിൽ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള അവിയലും സാമ്പാറും പൂക്കളും ഒക്കെ റെഡിയാക്കി വെച്ചു. ഇത് ഞാൻ നാട്ടിൽ നിന്ന് അവക്കും അജുവിനും വേണ്ടി കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളാണ്. അണ്ടിപ്പരിപ്പും മിക്സറും ഒക്കെ. അതപ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കാം ഈ പോക്കിൽ തന്നെ. അപ്പോൾ നമ്മളൊക്കെ സെറ്റായി. റെയിൻ കോട്ടൊക്കെ എടുത്തിട്ട് നേരത്തെ പണി കിട്ടിയതുകൊണ്ട് മനസ്സിലായി. സാരി ഉടുത്തില്ല, ഉടുപ്പാണ് ഇട്ടത്. സാരി നാട്ടിൽ പോയി കല്യാണം ആയതുകൊണ്ടേ സാരി ഉടുത്തുടുത്ത് ആ കൊതി അങ്ങോട്ട് മാറി കിട്ടി. സാരി പട്ടോട സാരി അങ്ങനെയായിരുന്നു. അപ്പോൾ വലിയ ഒരുക്കവും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ പോകാൻ പോവാണ് അങ്ങടേക്ക്. ഇനി ബാക്കി അവിടെ ചെന്നിട്ട് കാണിക്കാം. ഇവിടെയാണ് അവർ താമസിക്കുന്നത്. ഇത് കുറേ വീടുകൾ, ഇങ്ങനെയുള്ള ഫ്ലാറ്റ് പോലത്തെ സംഭവമാണ്. ഇവിടെയാണ് അവർ താമസിക്കുന്നത്. നമ്മൾ അടിയിൽ പോയിട്ട് ഏതാണോ ഫ്ലാറ്റ് നമ്പർ അതിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ ബെല്ലടിക്കും. അവർ ഫോൺ പോലെ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ട് നമ്മളാണ് മനസ്സിലാകുമ്പോൾ അവർ വാതിൽ തുറക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിംഗോളിഫിക്കേഷൻ. ഹലോ, കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടി. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വൈദേഹി. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ഇതിനും പറയാമല്ലോ, എൻ്റെ എല്ലാ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവളിപ്പോൾ പായസം വെച്ചുകൊണ്ടിരിക്കാം. ഞാൻ കാണിക്കാം. ഈ പായസം ഞാനിങ്ങനെ അമലുവിൻ്റെ അടുത്ത് പറയായിരുന്നേ, നമ്മളൊക്കെ നാട്ടിൽ കുക്കിംഗ് പോയിട്ട് ഒരു കിണ്ടിയും ചെയ്യാണ്ട് വന്നിട്ട് ഇപ്പം എന്തൊക്കെയാ കാണിക്കണേ. അതെ 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 അതെ, എളുപ്പല്ല. പക്ഷെ ഞാന് മറ്റേ സാമ്പാറും ഇതൊക്കെ വേഗം ആയിട്ടോ. പിന്നെ അതൊന്നും വലിയ പരിപാടി പണിയുള്ള സാധനമല്ലല്ലോ. സാമ്പാറും അവിയലും അധികം പണിയില്ല. ബാക്കി എന്തൊക്കെയായത്? സെറ്റാക്കും. അത്തപ്പൂക്കളിടണം. അപ്പോ അത്തപ്പൂക്കളം വന്നിട്ട് പിടിച്ചോണ്ടിരിക്കണം. ഗുരു ഇവിടെ ഇങ്ങനെ സെറ്റാക്കാന്നാണ് പ്ലാൻ. അപ്പൊ ഞങ്ങൾ 2 ബൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇനി സെറ്റാക്കണം. ഓക്കെ, ഞങ്ങൾ അത്തപ്പൂക്കളം ഇട്ട് ഞങ്ങൾ അത്തപ്പൂക്കളം ഇടാം. അപ്പം ഞങ്ങൾ പൂക്കളിടുന്ന തിരക്കിലായി. കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കിട്ടിയ ബൊക്കയ്ക്ക് പറ്റുന്ന പോലെ ഇടാൻ പറ്റുള്ളല്ലോ. സോ അഡ്ജസ്റ്റ് ചെയ്തിടുകയാണ്. ആ സമയത്ത് തന്നെ വൈദേഹിയുടെ ബോയ് ഫ്രണ്ട് അജു സ്ഥലത്തെത്തി. അജു മുണ്ടും ഷർട്ടൊക്കെ കൊണ്ടാണ് വന്നേക്കണേ. മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് വരാം, അതിന് മുമ്പേ വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ 2 ക്ലിപ്പ് എന്തോ ഒപ്പിച്ചു, റിയൽ കോലമൊക്കെ. അപ്പോൾ അവനും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഫുൾ ഓളം. ഇതൊക്കെയാണ് കേട്ടോ ബൊക്കയിൽ നിന്ന് നുള്ളിപ്പറിച്ച് കിട്ടിയ പൂക്കളൊക്കെ. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ മനോഹരമായിട്ട് തന്നെ പൂക്കളിടാൻ ശ്രമിച്ചു. നമ്മൾ അത്തപ്പൂക്കളിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഓക്കെ, ഗണപതിക്ക് വെച്ചല്ലേ. നമ്മൾ പൂക്കളിട്ട് കഴിഞ്ഞ് കഴിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഗണപതിക്ക് വെച്ചു. ഗണപതിക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ അത് ആദ്യം സെറ്റ് ചെയ്തു. എല്ലാം കൂടെ വെച്ചപ്പോൾ കാണാൻ നല്ലൊരു ചന്തമുണ്ടായിരുന്നു. എനിക്ക് പിന്നെ നാട്ടിൽ നിന്ന് ഇപ്പോൾ തിരിച്ച് വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് വലിയ മിസ്സിങ് ഒന്നുമില്ല. പിന്നെ വൈദേഹിക്ക് സെറ്റ് മുണ്ടുമായിരുന്നു. ഞാൻ സെറ്റ് മുണ്ടൊക്കെ ഉടുപ്പിച്ചു. പിന്നെ ഇവർ തമ്മിൽ വളരെ സംസാരമാണെന്ന് പറയേയില്ല കേട്ടോ. മുണ്ടൊക്കെ എടുത്ത് എങ്ങനെ എന്റെ ഓഡിയൻസിനോട് എന്തെങ്കിലും പറ. അവിടുന്ന് ഇത് വൈദേഹിയുടെ ബോയ് ഫ്രണ്ട് ആണ്, പ്ലസ് ഞങ്ങളുടെ ഫ്രണ്ടും ആണ് അജു. ബൈ. ആ വൈദേഹി അപ്പുറത്ത് ഒരുങ്ങുന്നു. ഇനി ഫേക്ക് കേട്ടാ അവിടെ വരുന്നുണ്ട്. വായോ. ഹൗ ഉണ്ട് കൃഷ്ണ. ഇനി ഫേക്ക്. ആ ചിന്തുക്കള്.
വൈദേഹി സെറ്റ് മുണ്ട് കൊടുത്തതിൻ്റെ റിയാക്ഷൻ അവൻ ആദ്യം നന്നായിട്ട് ഇട്ടിരുന്നു, അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ രണ്ടാമതൊന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണ്. അവർ കോമഡിയാക്കി ചളാക്കി തന്നു. പിന്നെ ഫുൾ ഫോട്ടോ എടുപ്പായിരുന്നു, അറഞ്ചം പറഞ്ചം ഫോട്ടോ എടുപ്പ്. അങ്ങോട്ട് നിൽക്കുക, അങ്ങോട്ട് നിൽക്കുക, അങ്ങോട്ട് തിരിഞ്ഞിക്കുക, അങ്ങോട്ട് തിരിഞ്ഞിക്കുക. പിന്നെ ഞാൻ കുറച്ച് കപ്പിൾ ഫോട്ടോസ് എടുത്തു കൊടുത്തു. എൻ്റെയും കാലമിൻ്റെയും കുറേ കപ്പിൾ ഫോട്ടോസ് എടുത്തിരുന്നവരാണ് ഇവർ. അപ്പോൾ ഇവരുടെ ഫോട്ടോസ് ഞങ്ങൾ എടുത്തു കൊടുക്കും. അപ്പോൾ ഞാൻ കുറച്ച് കപ്പിൾ ഫോട്ടോസും അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തു കൊടുത്തു. ഫുൾ ഫോട്ടോഷൂട്ട്. അവരുടെ ഫോട്ടോ സെക്ഷൻ കഴിയാൻ വേണ്ടി പോസ്റ്റ് ഇട്ടിരിക്കുന്നല്ലേ ഞങ്ങൾ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗായത്രി അവൾക്ക് എക്സ്പീരിയൻസ് എന്തിന് ചിരിച്ചിട്ട് അയ്യോ അയ്യോ ഒന്നും പറയണ്ട. വിളമ്പതിൻ്റെ ഓർഡറും കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് വലിയ നിശ്ചയമില്ല. പക്ഷേ ചെറുതായിട്ടൊക്കെ അച്ഛനൊക്കെ ചെയ്യുന്ന ഇതൊക്കെ ഓർമ്മയുണ്ട്. ആകെപ്പാടെ ഇലത്തുമ്പ് ഇടത്തേക്ക് ഇടണം എന്നുള്ളതറിയാം. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എവിടെയാണെന്നുള്ളതൊക്കെ അറിയാം. പക്ഷേ തോരനൊക്കെ വരുമ്പോൾ കൺഫ്യൂഷനാണ്. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളമ്പി. പിന്നെ ഇല കിട്ടിയ ഇലയൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഇലയായിരുന്നേ. ഇവിടേക്ക് നല്ല പേപ്പർ വാഴയില ഇല്ലാത്ത വാഴയില കിട്ടുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ കിട്ടിയതിന് ചെറിയ വാട്ടൊക്കെ ഉണ്ടായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ സദ്യ കഴിക്കാൻ പോവാണ്. നല്ല സദ്യയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, എന്താണെന്നറിയില്ല, എല്ലാത്തിനും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ അവസാനം വാഴയിൽ തന്നെ മറ്റേ പായസം ഒഴിച്ച് അതിന് കൂടെ പപ്പടം കൂട്ടി പിടിക്കുന്നത് ഒരു രസമാണ്. പപ്പടവും പഴവും വേണം. പൂവമ്പഴമാണ് അതിൻ്റെ കോമ്പിനേഷൻ. പക്ഷെ പൂവമ്പഴം കിട്ടിയില്ല, വേറെ പഴമായിരുന്നു. റോബസ്റ്റ പോലുള്ളൊരു പഴമാണ് ഇവിടുത്തെ പഴം. അതിന് അത്രയ്ക്കൊരു ഗുമ്മില്ല. പക്ഷെ പപ്പടവും പായസവും കൂടെ അടിപൊളിയായിരുന്നു. അതുകൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സെറ്റ്, എണീക്കാൻ തന്നെ വയ്യാത്ത സിറ്റുവേഷനായിരുന്നു. അപ്പോൾ നല്ല സദ്യയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ സൈഡായി. പായസം കൂടെ ആയപ്പോഴത്തേക്ക് സെറ്റ്. ഞാൻ മരുന്നൊക്കെ കഴിച്ചിട്ടാണ് പായസം കഴിച്ചത്. എനിക്ക് ലാക്ടോസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു, വയറുവേനൊക്കെ എടുക്കുമെന്ന്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇവരിതാ ഊനോ കളിക്കുന്ന തിരക്കിലാണ്. ഞങ്ങൾ അതിനും കൂടെ പറ്റാത്ത സൈഡിലായിട്ടിരിക്കുന്നുണ്ട്. ഇവരടിയോടടിയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. മൊത്തം അടി, ഫുൾ അടി. അടി എന്ന് പറഞ്ഞാൽ ഒരു മാതിരി അടി. തോരാണോ കളിക്ക്? അജോ, കുട്ടികളാണ് നമ്മൾ വിട്ടുകൊടുക്കണം. അപ്പം അങ്ങനെ ഞാനും വൈദ്യയും കൂടെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വീട്ടിൽ പോകണം. അപ്പോൾ ഞങ്ങൾ കല്യാണ കഥകളൊക്കെ പറയുമായിരുന്നു. ഇനി അടുത്ത കല്യാണം കഴിക്കാനുള്ള മുതലാണ് ഇവർ. സോ ഇന്നത്തെ ഡേ കഴിഞ്ഞു, വീട്ടിൽ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. വാട്ട് യു സേ? ഹാപ്പി ഓണം. സോ അവൻ്റെ വകയും ഹാപ്പി ഓണം ടു എവറിബഡി. സോ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രാവശ്യത്തെ ഓണം. ഇനി ബാക്കി എന്തെങ്കിലും വീഡിയോസായിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.